ഹായ്, ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSCയുടെ ജനറൽ സയൻസ് എന്നുള്ള ഒരു ടോപ്പിക്കിലെ 20 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ പിസ്റ്റിൽ റിസീവ്സ് പോളൻ ഗ്രെയിൻ ഡ്യൂറിങ് പോളിനേഷൻ? പിസ്റ്റിലിൻ്റെ ഏത് ഭാഗത്താണ് പോളൻ ഗ്രെയിൻ പോളിനേഷൻ സമയത്ത് വീഴുന്നത്? സ്റ്റിഗ്മയാണ്. സ്റ്റിഗ്മയിലാണ് പോളൻ ഗ്രെയിൻസ് വീഴുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഹോർമോൺ ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഇൻ മെയിൽ? മെയിൽസിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിന് കാരണമാകുന്ന ഹോർമോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ ഈസ് കറക്റ്റ് ബിക്കോസ് ടെസ്റ്റോസ്റ്റിറോൺ ഈസ് എ പ്രൈമറി മെയിൽ സെക്സ് ഹോർമോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻ റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് സച്ച് എസ് ഫേഷ്യൽ ഹെയർസ്, deepening of voice and increased male mass during puberty. It also support maturation of male reproductive organs and spermatogenesis. Third question, which option correctly describes features as an allotrope of carbon? കാർബണിൻ്റെ അലോട്രോപ്പ് ആയിട്ടുള്ള ഫുള്ളറൻസിനെ കുറിച്ച് ഇതിലേതാണ് കറക്റ്റായിട്ട് പറയുന്നതെന്നാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കാർബൺ ആറ്റം അറേഞ്ച്ഡ് ഇൻ സ്പെറിക്കൽ കേജ് ലൈക്ക് മോളിക്യൂൾ കൺസിസ്റ്റിംഗ് ഓഫ് പെൻറ്റഗൺസ് ആൻഡ് ഹെക്സഗൺസ് റിസംബ്ലിംഗ് എ ഫുട്ബോൾ സ്ട്രക്ചർ. ഇതാണ് ഫുള്ളറൻസ് എന്ന് പറയുന്നത്. വിച്ച് ഇൻഡിക്കേറ്റർ ടേൺസ് പിങ്ക് ഇൻ എ ബേസിക് സൊല്യൂഷൻ? ഇതിൽ ഏത് ഇൻഡിക്കേറ്ററാണ് ബേസിക് സൊല്യൂഷനിൽ ഇട്ട് കഴിഞ്ഞാൽ പിങ്ക് കളറിലേക്ക് ചേഞ്ച് ആകുന്നത്? ഓപ്ഷൻ സി ഫിനോഫ്താലിൻ ആണ്. ഫിനോഫ്താലിൻ ഈസ് എ കളർലെസ് ഇൻ ആസിഡിക് ഓർ ന്യൂട്രൽ സൊല്യൂഷൻ ആൻഡ് ടേൺസ് പിങ്ക് ഇൻ ബേസിക് സൊല്യൂഷൻ. ആസിഡിക്കിലോ ന്യൂട്രൽ സൊല്യൂഷനിലോ ഇട്ട് കഴിഞ്ഞാൽ ഫിനോഫ്താലിൻ എന്താണ്, ഒരു കളർലെസ് ആയിട്ടുള്ളത്, വെള്ളം പോലെയൊക്കെ ഇരിക്കും. അതേസമയം ഒരു ബേസിക് സൊല്യൂഷനിലാണെങ്കിൽ അതിൻ്റെ കളർ എന്തായിട്ട് മാറും? ഒരു പിങ്ക് കളറായിട്ട് മാറും. ദിസ് കളർ ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദ pH ട്രാൻസിഷൻ റേഞ്ച് ഓഫ് അബൌട്ട് 8.2 to 10. ഈ കളർ ചേഞ്ച് ഉണ്ടാകുന്നത് നമ്മുടെ pH ഉണ്ടല്ലോ, pH സ്കെയിൽ മീൻസ് 0 to 14 വരെയുള്ള സ്കെയിലാണ്. അതിൽ 7 തൊട്ട് 14 വരെയുള്ള 7 to 14 വരുന്നത് ബേസിക്കും 0 to 7 വരുന്നത് അസിഡിക് മീഡിയമാണ്, 7 ന്യൂട്രലുമാണ്. അപ്പോൾ ആ ബേസിക് മീഡിയമായിട്ടുള്ള 8.2 to 10 വരുവാണെങ്കിൽ ഈ ഒരു pH ട്രാൻസിഷൻ നമുക്ക് കാണാൻ പറ്റും. ദെയർഫോർ എ ബേസിക് സൊല്യൂഷൻ ടേൺസ് ഫിനോഫ്താലിൻ പിങ്ക്. അങ്ങനെയാണ് ഒരു ബേസിക് സൊല്യൂഷനെ ഫിനോഫ്താലിനെ പിങ്ക് ആക്കി മാറ്റാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ എ ഗ്യാസ് കംപ്രസ്ഡ് അഡിയബാറ്റിക്കലി ഇൻസൈഡ് എ വെൽ ഇൻസുലേറ്റഡ് സിലിണ്ടർ വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബിക്കംസ് കറക്റ്റ്? ഒരു ഗ്യാസിനെ അഡിയബാറ്റിക് ആയിട്ട് ഒരു ഇൻസുലേറ്റഡ് സിലിണ്ടറിൻ്റെ അകത്ത് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് നടക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസസ് ബിക്കോസ് വർക്ക് ഡൺ ഓൺ എ ഗ്യാസ് റൈസസ് internal energy without heat loss. Temperature increases because work done on gas raises internal energy without heat loss. എന്ന് വെച്ചാൽ ഇത് ഇൻസുലേറ്റഡ് ആണല്ലോ, അപ്പോൾ ഇതിനകത്തുള്ള ഹീറ്റ് പുറത്തോട്ടോ അകത്തോട്ടോ വരില്ല. അപ്പം നല്ല രീതിയിൽ കംപ്രസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, ടെമ്പറേച്ചർ കൂടുകയും അവിടുത്തെ എന്താണ് ഇൻറ്റേർണൽ എനർജി ടോട്ടലായിട്ട് കൂടുകയും ചെയ്യും. അതാണ് നടക്കുന്നത്. അഡയബാറ്റിക് പ്രോസസ് മീൻസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച് എന്നാണ്. അവിടെ Q ഈക്വൽ ടു 0 ആയിരിക്കും. ഇത് ഫസ്റ്റ് ലോ, ഇത് തെർമോഡൈനാമിക്സിലെ ഫോർമുലയാണ്. ഫസ്റ്റ് ലോ ഫോർമുല എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു ഈക്വൽ ടു Q മൈനസ് W എന്നാണ്. അതിൽ W എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആണ്. ഡ്യൂറിങ് കംപ്രഷൻ വർക്ക് ഈസ് ഡൺ ഓൺ ഗ്യാസ്, സോ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഈസ് നെഗറ്റീവ്. കംപ്രഷൻ സമയത്ത് വർക്ക് ഡൺ ഗ്യാസ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ ചാർജസ് ത്രൂ എ മെറ്റാലിക് കണ്ടക്ടർ connected across a battery, the rate at which charge passes through any cross section is termed dash, while the device used to measure it experimentally is known as dash. For answer option B, electric current ammeter ആണ്. അപ്പോൾ നമുക്ക് അത് ഫുൾ സെൻറ്റൻസ് നോക്കാം. ഡ്യൂറിങ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ത്രൂ എ മെറ്റാലിക് കണ്ടക്ടർ connected across a battery, the rate at which the charge passes through any cross section is termed electric current. ഒരു മെറ്റാലിക് കണ്ടക്ടറിൽ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്ന ചാർജിൻ്റെ ആ മൂവ്മെൻറ്റാണ് നമ്മൾ എന്താ പറയുന്നത്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. വൈൽ ദ ഡിവൈസ് ഈസ് യൂസ് ടു മെഷർ ഇറ്റ് എക്സ്പെരിമെൻ്റലി ഇൻ എ സർക്യൂട്ട് ഈസ് നോൺ ആസ് അമ്മീറ്റർ. അപ്പോൾ ആ ഇലക്ട്രിക് കറണ്ടിൻ്റെ മൂവ്മെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, അമ്മീറ്റർ എന്ന് പറയുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ആനിമൽസ് പൊസസ് റേഡിയൽ സിമെട്രി ഡ്യൂറിങ് അഡൾട്ട് സ്റ്റേജ്? അഡൾട്ട് സ്റ്റേജിൽ റേഡിയൽ സിമെട്രി, 2 തരത്തിലുള്ള സിമെട്രി ഉണ്ടല്ലോ, 2-3 തരത്തിലുള്ള സിമെട്രി ഉണ്ട്. റേഡിയലും ബൈലാറ്ററൽ അങ്ങനെയൊക്കെ പറഞ്ഞ സിമെട്രീസ് ഉണ്ട്. അതിൽ റേഡിയൽ സിമെട്രി കാണിക്കുന്നത്, റേഡിയൽ സിമെട്രി മീൻസ്
എവിടെ നിന്ന് മുറിച്ചാലും 2 ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമെട്രിയാണ് എന്ന് പറയുന്നത് റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. റേഡിയൽ സിമെട്രി ഇവിടെ കാണിക്കുന്നത് സ്റ്റാർഫിഷ് ആണ്. സ്റ്റാർഫിഷ് ഈസ് കറക്റ്റ് ബിക്കോസ് അഡൾട്ട് എക്കൈനോഡേംസ് ലൈക്ക് സ്റ്റാർഫിഷ് വരുന്ന എക്കൈനോഡേംസ് എന്ന ക്ലാസിഫിക്കേഷനിലാണ്. എക്സിബിറ്റ്സ് റേഡിയൽ സിമെട്രി, ടിപ്പിക്കലി പെൻഡാ റേഡിയൽ സിമെട്രി. പെൻഡാ റേഡിയൽ മീൻസ് അതിന് 5 ഫിംഗേഴ്സ് ആണല്ലോ സ്റ്റാർഫിഷിനുള്ളത്. അപ്പോൾ 5 സൈഡിൽ നിന്ന് മുറിച്ചാലും അതിന് ഈക്വൽ പാർട്സ് ആയിട്ട് 2 ഇതായിട്ട് കിട്ടും. അതേസമയം ഈ എർത്ത്, കോക്രോച്ച്, ഫ്രോഗ് എന്നീ ജീവികൾക്കൊക്കെ എന്താണ് ബൈലാറ്ററൽ സിമെട്രീസ് ആണുള്ളത്. എർത്ത് വരുന്നത് അനലിഡ്സ് എന്ന ഗ്രൂപ്പിലും, കോക്രോച്ച് വരുന്നത് ആർത്രോപോഡ്സിലും, ഫ്രോഗ് വരുന്നത് വെർട്ടിബ്രേറ്റ്സിലുമാണ് വരുന്നത്. ഓക്കെ. 8th question. Increasing temperature generally dash solubility of solid in liquids, whereas pressure mainly affects solubility of dash in liquids. Increasing temperature generally increases solubility. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സോൾബിലിറ്റി മീൻസ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു സാധനം കലങ്ങാനോ അല്ലെങ്കിൽ മിക്സ് ആവാനുള്ള ചാൻസസ് കൂടുകയാണ് ചെയ്യുന്നത്. സോളിഡ്സ് ഇൻ ലിക്വിഡ് ഇൻക്രീസസ് സോൾബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. സോളിഡ്സ് ലിക്വിഡിലോട്ട് എന്താണ് സോളുബിൾ ആവാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. വേറസ് പ്രഷർ മെയിൻലി അഫക്റ്റ് സോളുബിലിറ്റി ഓഫ് ഗ്യാസസ്. പ്രഷർ എന്തിനെ അഫക്റ്റ് ചെയ്യും? ഗ്യാസസിൻ്റെ സോളുബിലിറ്റിയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9. വിച്ച് ഫാക്ടർ മെയിൻലി ഡിറ്റർമിൻസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എ ഗ്യാസ്? സൗണ്ടിൻ്റെ സ്പീഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? ഇലാസ്റ്റിസിറ്റി ആൻഡ് ഡെൻസിറ്റി ഓഫ് മീഡിയം. അപ്പോൾ എന്താ പറഞ്ഞത്? സൗണ്ടിൻ്റെ സ്പീഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടറാണ് ഇലാസ്റ്റിസിറ്റി, അതുപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് മീഡിയം. The SI base unit of thermodynamic temperature is defined as. ബേസിക് ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് ഏതാണ്? കെൽവിൻ ആണ് വരുന്നത്. K എന്നുള്ളതാണ് കെൽവിനെ ഡിനോട്ട് ചെയ്യുന്നത്. 11th question. According to the law of reflection of light, which statement correctly represent the relationship between angle of incidence and angle of reflection? ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനുമായിട്ട് ബന്ധിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷന് ഈക്വൽ ആണ്. Question number 12. During mitosis, dash condenses to form chromosomes while the dash helps in spindle formation and segregation of chromosomes. Mitosis സമയത്ത് ക്രോമാറ്റിൻ കണ്ടൻസസ് ടു ഫ്രോം ക്രോമസോം. ക്രോമാറ്റിൻ ആണ് എന്തായിട്ട് മാറുന്നത്? ക്രോമസോമായിട്ട് മാറുന്നത്. വൈൽ ദ സെൻട്രിയോൾ ഹെൽപ്സ് ഇൻ സ്പിൻഡിൽ ഫോർമേഷൻ. അതേസമയം സെൻട്രിയോൾ ആണ് ഇതിന് സഹായിക്കുന്നത്? സ്പിൻഡിൽ ഫോർമേഷൻ ആൻഡ് സെഗ്രിഗേഷൻ ഓഫ് ക്രോമസോം. ക്രോമസോമിൻ്റെ സെഗ്രിഗേഷനും അതുപോലെ തന്നെ സ്പിൻഡിൽ ഫോർമേഷനും സഹായിക്കുന്നത് സെൻട്രിയോൾ ആണ്. അപ്പോൾ നമുക്ക് വായിക്കാം. ഡ്യൂറിങ് മൈറ്റോസിസ് ക്രോമാറ്റിൻ കണ്ടൻസസ് ടു ഫോം ക്രോമസോം. ക്രോമാറ്റിൻ ആണ് എന്തായിട്ട് മാറുന്നത്? ക്രോമസോമായിട്ട് മാറുന്നതും സെൻട്രിയോൾ ആണ് എന്തായിട്ട് മാറുന്നത്? സ്പിൻഡിൽ ഫോർമേഷനും കാരണമാകുന്നത്. 13th question. According to Lenz's law, induced current always possesses change producing it because the law represents the conservation of energy. According to Lenz's law, induced current always opposes change producing it because the law represents conservation of energy. ഇപ്പോൾ ലെൻസ് ലോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? induced current always opposes change producing it because the law represents the conservation of energy. എനർജിയെ കുറിച്ചാണ് ലെൻസ് ലോ പറയുന്നത്. കറക്റ്റ് എന്താണ് ഈ ലോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ പാർട്ട് നോക്കി നോക്കാം. ലെൻസ് ലോ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് സച്ച് as the magnetic effect of the induced current opposes the change in magnetic flux producing it. ലെൻസ് ലോ പറയുന്നത് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് such that magnetic effect of the induced current opposes the change in magnetic flux produced it. ഇത് കറക്റ്റ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. 14th question. Which of the following reaction represents an electrolytic decomposition reaction? ഇതിൽ ഏതാണ് ഇലക്ട്രോലൈറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്? അപ്പോൾ ഇലക്ട്രോലൈറ്റിക് ഡീകമ്പോസിഷൻ മീൻസ് എന്താണ്? കറണ്ട് കടത്തി വിടുമ്പോൾ അതിനകത്തുള്ള മോളിക്യൂൾസ് സ്പ്ലിറ്റായി 2 എലമെൻറ്റ്സ് ആയിട്ട് മാറും, അല്ലെങ്കിൽ 2 കോമ്പൗണ്ട്സ് ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആവുകയോ ചെയ്യുന്ന റിയാക്ഷനാണ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്തുള്ള ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. വാട്ടറിനെ ഇലക്ട്രോളിസിസിൽ എന്തായിട്ട് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് റിയാക്ഷനിൽ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് ഡീകമ്പോസിഷൻ നടത്തുമ്പോൾ വാട്ടറിനെ എന്തായിട്ട് മാറ്റാം? H2ഉം O2 എന്നുള്ള 2 കോമ്പൗണ്ട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. 15th question. Which substance is commonly used as an antiseptic for wound? ആൻറ്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഏത് കോമ്പൗണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ടിഞ്ചർ അയഡിൻ ആണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. വിച്ച് ഓർഗൻ മെയിൻലി പെർഫോംസ് ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ആൻഡ് റിമൂവൽ ഓഫ് നൈട്രോജിനസ് വേസ്റ്റസ്? ബ്ലഡിൻ്റെ ഫിൽട്രേഷനും അതുപോലെ തന്നെ നൈട്രോജിനസ് വേസ്റ്റും കളയുന്ന ഓർഗനായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യുന്ന ഓർഗനായിട്ട് വർക്ക് ചെയ്യുന്ന ഏതാണ്? കിഡ്നിയാണ്.
കിഡ്നിയിൽ തന്നെ കിഡ്നി ഈസ് കറക്റ്റ് ബിക്കോസ് കിഡ്നി ഫിൽറ്റേഴ്സ് ബ്ലഡ് ത്രൂ നെഫ്രോൺസ്. കിഡ്നി എങ്ങനെയാണ് നെഫ്രോൺ കിഡ്നിയിലുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ കുറച്ച് പാർട്സിനാണെന്ന് പറയുന്നത് നെഫ്രോൺസ് എന്ന് പറയുന്നത്. റിമൂവ് നൈട്രോജിനസ് വേസ്റ്റ് മെയിൻലി യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ ആൻഡ് ഫോമിങ് യൂറിൻ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഫിൽട്ടർ ചെയ്തെടുത്തിട്ടാണ് യൂറിൻ ഉണ്ടാകുന്നത്. They also regulate water balance, electrolyte and blood pH as part of excretion and osmoregulation. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? വാട്ടർ ബാലൻസ്, അത് ഇലക്ട്രോലൈറ്റ്സ്, അതുപോലെ തന്നെ ബ്ലഡിൻ്റെ pH ഇതൊക്കെ എന്ത് ചെയ്യും? അത് ബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത്. 17th question, which magnetic material is most suitable for transformer cores where rapid magnetization and demagnetization cycles occurs continuously? ഏത് മാഗ്നറ്റിക് മെറ്റീരിയലാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ട്രാൻസ്ഫോമർ കോർ? ട്രാൻസ്ഫോമറിൻ്റെ കോർ ഉണ്ടാക്കാൻ ഏത് മെറ്റീരിയലാണ് മോസ്റ്റ് സ്യൂട്ടബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേർ റാപ്പിഡ് മാഗ്നറ്റൈസേഷൻ ആൻഡ് ഡീമാഗ്നറ്റൈസേഷൻ സൈക്കിൾസ് ഒക്കേഴ്സ് കണ്ടിന്യൂസ്ലി. മാഗ്നറ്റൈസേഷനും മാഗ്നറ്റൈസേഷൻ മെഷീൻ എന്താണ്? കാന്തികമായിട്ടുള്ള വെച്ചാൽ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി കാണിക്കുക. അതേസമയം ഡീമാഗ്നറ്റൈസേഷൻ എന്ന കറണ്ടോ എന്തെങ്കിലും ഇല്ലാതാവുമ്പോൾ മാഗ്നറ്റ് ഇല്ലാതാവുക, സാധാരണ ഒരു എന്താണ് മെറ്റലായിട്ട് നിൽക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഏതിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി സോഫ്റ്റ് അയൺ ആണ്. സോഫ്റ്റ് അയൺ ബിക്കോസ് ഓഫ് ഹൈ പെർമിയബിലിറ്റി ആൻഡ് ലോ ഹിസ്റ്റീരിയസിസ് ലോസ്. സോഫ്റ്റ് അയൺ ആണ് കാരണം അതിന് ഹൈ പെർമിയബിലിറ്റിയും അതുപോലെ തന്നെ ലോ ഹിസ്റ്റീരിയസിസ് ലോസും ഉണ്ടാവും. ഹീറ്റ് പ്രൊഡ്യൂസർ ഇൻ എ റെസിസ്റ്റർ ഓഫ് 800 ജൂൾ where current 2A flows for 10 seconds. The resistance of the conductor is. ഒരു പ്രോബ്ലമാണ് ഇതിൽ തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റർ 800 ജൂൾ കറണ്ട് ഉണ്ടാക്കുകയാണ്, അല്ല ഹീറ്റ് പ്രൊഡ്യൂസ്, ഓക്കെ, ഒരു റെസിസ്റ്ററിൽ ഉണ്ടാകുന്ന ഹീറ്റാണ് 800 ജൂൾ എന്ന് പറയുന്നത്. അതിനകത്ത് പാസ്സാവുന്ന കറണ്ട് 2 ആംപിയർ കറണ്ടാണ്. ടൈം 10 സെക്കൻഡിലാണ് കറണ്ട് പാസ്സാവുന്നതെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ, അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന ഇതല്ലെങ്കിൽ ഇവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുല ജൂൾസ് ലോയുടെ ഫോർമുലയാണ് H=I²RT. H=I²RT എന്നുള്ള ഫോർമുലയിൽ H എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്, I എന്ന് പറഞ്ഞാൽ കറണ്ടാണ്, R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്, T എന്ന് വെച്ചാൽ ടൈമാണ്. നമുക്ക് H അറിയാം, I അറിയാം, T അറിയാം. അപ്പോൾ നമുക്ക് R കണ്ടുപിടിക്കാമല്ലോ. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ ആവും. ഓക്കെ, 19th question. Which statement correctly explains the role of chlorophyll during photosynthesis in green plants? ഗ്രീൻ പ്ലാന്റ്സിൽ ക്ലോറോഫിൽ എന്താണ് എൻ്റെ റോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് അബ്സോർബ്സ് ലൈറ്റ് എനർജി മെയിൻലി ഫ്രം സൺലൈറ്റ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു കെമിക്കൽ എനർജി റിക്വയർഡ് ഫോർ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ. ഇതെന്താ ചെയ്യുന്നത്? ഇറ്റ് അബ്സോർബ്സ് ലൈറ്റ് എനർജി ഫ്രം സൺലൈറ്റ്. ക്ലോറോഫിൽ എന്ത് ചെയ്യും? സൺലൈറ്റിൽ നിന്ന് ലൈറ്റ് എനർജി അബ്സോർവ് ചെയ്യും, അതിനെന്തായിട്ട് മാറ്റും, കൺവേർട്ട് ഇറ്റ് ഇൻറ്റു കെമിക്കൽ എനർജി റിക്വയർഡ് ഫോർ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ടാക്കാനുള്ള കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 20th question ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ അബൌട്ട് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. അറ്റോമിക് നമ്പർ എന്താണ്, മാസ് നമ്പർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1, അറ്റോമിക് നമ്പർ റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ ആൻ ആറ്റം. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റത്തിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ ഈക്വൽ ആയിരിക്കും അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ. അറ്റോമിക് നമ്പർ റെപ്രസെൻറ്റ്സ് നമ്പർ ഓഫ് പ്രോട്ടോൺ പ്രസൻറ്റ് ഇൻ ആറ്റം. കറക്റ്റാണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ആറ്റത്തിനകത്തുള്ള പ്രോട്ടോൺസിൻ്റെ നമ്പറിന് ഈക്വൽ ആയിരിക്കും. അതേസമയം സ്റ്റേറ്റ്മെൻറ്റ് 2 മീൻസ് മാസ് നമ്പർ ഈക്വൽസ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺ. മാസ് നമ്പർ എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അറ്റോമിക് നമ്പർ ഏതിന് ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് പ്രോട്ടോണും. മാസ് നമ്പർ എന്തിന് ഈക്വൽ ആയിരിക്കും? പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ടോട്ടൽ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു ക്ലാസ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ കേട്ടിരുന്നവർക്ക് താങ്ക് യു.